വാർത്തകൾ. സാമൂഹ്യക്ഷേമ പദ്ധതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ മമ്പാട്. പദ്ധതി ഉപയോഗപ്പെടുത്തുക വിദ്യാർത്ഥികളിലെ ലഹരി ഉപഭോഗം തടയാൻ. ഒറ്റപ്പാലം നഗരസഭ പുതുതായി നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവൃത്തികൾ വീണ്ടും മുടങ്ങി. ലഭിക്കേണ്ട വായ്പ ഇനിയും ലഭിച്ചില്ല. വികസന പദ്ധതികളിൽ രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുകയും ചെയ്യുന്നു. കരിമ്പുഴ കോട്ടപ്പുറത്ത് കൈത്തിറക്ക് അതിർത്തിയെ ചൊല്ലി വീണ്ടും തർക്കവും സംഘർഷവും. പോലീസ് ലാത്തിവീശി. 8 തൊഴിലാളികൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കേടുവന്ന ലാൻഡ് ഫോണുകൾ റിപ്പയർ ചെയ്ത് നൽകുന്നത് BSNL നിർത്തി. പട്ടാമ്പിയിൽ ഫോൺ ഉപഭോക്താവ് നേരിട്ട് റിപ്പയർ ചെയ്യേണ്ട അവസ്ഥ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ജനുവരി 1 മുതൽ 5 വരെ മണ്ണാർക്കാട് കുമരമുത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിൽ. ലോഗോ പ്രകാശനം ചെയ്തു. പാരലൽ കോളേജ് സംസ്ഥാന കലോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ പെരിന്തൽമണ്ണയിൽ. വിശദമായ വാർത്തകളിലേക്ക്. സാമൂഹ്യക്ഷേമ പദ്ധതികൾ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ മമ്പാട് പറഞ്ഞു. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനാണ് പുതിയ പദ്ധതിയെന്നും അവർ പറഞ്ഞു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ പെൻഷൻ പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തി സംസാരിക്കുകയായിരുന്നു അവർ. വൃക്കരോഗികളുടെയും വിവിധ ശാരീരിക മാനസിക വൈകല്യമുള്ളവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പ്രതീക്ഷാ പദ്ധതി മാതൃകാപരമായിരുന്നുവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ മമ്പാട് പറഞ്ഞു. പ്രതീക്ഷാ പദ്ധതി പോലുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ സ്കൂൾ കോളേജുകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും സുഹറ മമ്പാട് വ്യക്തമാക്കി. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാനാണ് ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ പദ്ധതിയെന്നും പ്രസിഡന്റ് സുഹറ മമ്പാട് പറഞ്ഞു. നമ്മളുടെ കോളേജ് ക്യാമ്പസുകളിലും സ്കൂൾ ക്യാമ്പസുകളിലും ഒക്കെ നമ്മളുടെ കുട്ടികൾ അധാർമികതയിലേക്ക് കൂപ്പുകുത്തി വീണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കുകയും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് സ്വന്തം അമ്മ ഏതാണ് പെങ്ങളേതാണ് എന്നോ കുടുംബത്തെയും അതുപോലെ തന്നെ നാട്ടുകാരെയും തിരിച്ചറിയാതെ സ്വന്തത്തെയും ബന്ധത്തെയും കുറിച്ച് ഓർക്കാതെ സാമൂഹ്യ പ്രതിബദ്ധത നഷ്ടപ്പെട്ട് നമ്മളുടെ നാട്ടിൽ ജീവിക്കുന്ന ഒട്ടനവധി വിദ്യാർത്ഥികൾ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള പദ്ധതികളുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ സഹായിക്കുന്നത് നമ്മളുടെ ജില്ലയിലെ 100 ഗ്രാമപഞ്ചായത്തുകളുണ്ടെങ്കിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് ആലിപ്പറമ്പ് പഞ്ചായത്ത് പോലെയുള്ള പഞ്ചായത്തുകൾ ഞങ്ങളെക്കാൾ ഒരുപടി മുന്നിലേക്ക് പോയിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും മലപ്പുറം ജില്ല എന്താകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും കഴിഞ്ഞ ഒരുപാട് കാലഘട്ടങ്ങളിൽ പിന്തള്ളപ്പെട്ട ഒരു ജില്ല എന്നുള്ള നിലക്ക്, അവഗണന അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ജില്ല എന്നുള്ള നിലക്ക് ഇന്ന് അതൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യ രംഗത്താണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള വ്യവസായ മേഖലകളിലാണെങ്കിലും ഒക്കെ തന്നെ മറ്റുള്ള ജില്ലകൾക്ക് മാതൃകയായിക്കൊണ്ട് മലപ്പുറം ജില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ജില്ലാ പ്രസിഡന്റ് സുഹറ മമ്പാട് സമ്പൂർണ്ണ പെൻഷൻ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശീലത്ത് വീരാൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി ആയിഷക്കുട്ടി, ജില്ലാ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ CN ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ MP നസീറ പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആയിഷക്കുട്ടി, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C അംബുജാക്ഷി, ജില്ലാ പഞ്ചായത്ത് അംഗം T ഹാജറുമ്മ, സ്ഥിരം സമിതി ചെയർമാൻമാരായ TK ഹംസ, CK ഉമ്മർ ഹാജി, പഞ്ചായത്ത് അംഗങ്ങളായ CK അബ്ദുൾ റഫീഖ്, K അലി അക്ബർ, U അജയൻ തുടങ്ങിയവരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ചടങ്ങിൽ സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭയുടെ വലിയ വികസന പദ്ധതികളിലൊന്നായ പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവൃത്തികൾ വീണ്ടും നിലച്ചു. 12 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന പദ്ധതിക്ക് ആവശ്യമായ വായ്പ ഇതുവരെയും ലഭിക്കാത്തതാണ് പ്രവൃത്തികൾ നിലയ്ക്കാൻ കാരണമായിരിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിന്റെ പൈലിംഗ് പ്രവൃത്തികൾ ഉൾപ്പെടെയുള്ള ആദ്യഘട്ട പ്രവൃത്തികളാണ് ഒരാഴ്ചയായി നിലച്ചത്. 12 കോടിയോളം രൂപ ചിലവ് വരുന്ന പദ്ധതിക്ക് നഗരസഭ 48 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ നൽകിയിട്ടുള്ളത്. ബാക്കി വരുന്ന സംഖ്യയ്ക്ക് നഗരസഭ വായ്പയ്ക്ക് ശ്രമിച്ചിരുന്നു. ഈ വായ്പ ഇതുവരെയും ലഭിക്കാത്തതാണ് പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായത്. ഇതിനിടയിലുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളും ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തെ ബാധിച്ചു. 1100 പൈലിംഗ് വേണ്ടിയെടുത്ത് 600 എണ്ണം മാത്രമാണ് പൂർത്തിയായത്. 8 മാസത്തോളമായി ആരംഭിച്ച പ്രവർത്തികൾ 1 വർഷത്തിനകം ഫയലിംഗ് പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ സാമ്പത്തിക പ്രശ്നം നിർമ്മാണത്തെ ബാധിച്ചു. ഫയലിംഗ് പൂർത്തിയായ ഭാഗങ്ങളിലെ കോൺക്രീറ്റ് പ്രവൃത്തികളും നിലച്ച മട്ടാണ്. അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നാണ് നഗരസഭ വായ്പ എടുക്കുന്നത്. ഈ തുക ലഭിച്ചാൽ മാത്രമേ തുടർന്നുള്ള പ്രവർത്തികൾ നടത്താനാകൂ എന്ന നിലപാടിലാണ് കരാറുകാർ. ഇതിനിടെ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്ന സ്ഥലത്തിന് സമീപത്തെ മറ്റൊരു കെട്ടിടം പണിയാനുള്ള നഗരസഭയുടെ തീരുമാനവും വിവാദമായിരുന്നു.
നഗരസഭ വരുമാനം പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുറികൾ ലേലം ചെയ്യൽ സർക്കാർ സ്റ്റേയിൽ കുടുങ്ങിക്കിടക്കുകയുമാണ്. പുതിയ ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തികൾ കൂടി നിലച്ചതോടെ നഗരസഭയുടെ സുപ്രധാന പദ്ധതികളെല്ലാം അവതാളത്തിലായിരിക്കുകയാണ്. എന്തായാലും 6 വർഷത്തോളം കാത്തിരുന്നാരംഭിച്ച പദ്ധതി ആദ്യഘട്ടം പോലും പൂർത്തിയാക്കാനാവാതെ അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കരിമ്പുഴ കോട്ടപ്പുറത്തുണ്ടായ കയറ്റിറക്ക തൊഴിൽ തർക്കത്തെ തുടർന്ന് വ്യാഴാഴ്ച വീണ്ടും സംഘർഷാവസ്ഥയുണ്ടായി. ഷൊർണൂർ ഡിവൈഎസ്പി KM ആന്റണി, ചെർപ്പുളശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ M കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് സംഘർഷാവസ്ഥ ഒഴിവാക്കിയത്. അതിനിടെ പോലീസിന് നേരെ കല്ലേറ് ഉണ്ടായതിനെ തുടർന്ന് ചെറിയ തോതിൽ ലാത്തി ചാർജ് നടന്നു. സംഭവത്തിൽ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കയറ്റിറക്ക് സംബന്ധിച്ച അതിർത്തി തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപുണ്ടായ ചുമട്ടുതൊഴിലാളി സംഘർഷത്തിന്റെ തുടർച്ചയായി വ്യാഴാഴ്ചയും കോട്ടപ്പുറത്ത് സംഘർഷാവസ്ഥയുണ്ടായി. ഷൊർണൂർ ഡിവൈഎസ്പി, ചെർപ്പുളശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി പിരിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും തൊഴിലാളികൾ തയ്യാറാകാത്തതിനെ തുടർന്ന് പോലീസ് ചെറിയ തോതിൽ ലാത്തി വീശുകയാണുണ്ടായത്. അതിനിടെ പോലീസിന് നേരെയും കല്ലേറുണ്ടായി. ചില പോലീസുകാർക്കും കല്ലേറിൽ നിസാര പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. കോട്ടപ്പുറത്തെ തൊഴിലാളികളായ ഉമ്മർ, രവി, ജയകൃഷ്ണൻ, അബ്ദു എന്നിവർക്കെതിരെയും കൊടുന്നോട് ഭാഗത്തെ ഷൌക്കത്ത് അലി, റഫീഖ്, റംഷാദ്, മൊയ്തു എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇരു പ്രദേശങ്ങളിലുമുള്ള കയറ്റിറക്ക് സംബന്ധിച്ച അതിർത്തി പ്രശ്നമാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് തൊഴിലാളി സംഘർഷത്തിനിടവരുത്തിയത്. സംഘർഷത്തിൽ 18ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. കോട്ടപ്പുറത്തെ INTUC, STU, CITU തൊഴിലാളികളും കൊടുന്നോട് ഭാഗത്തെ INTUC തൊഴിലാളികളും തമ്മിലാണ് അതിർത്തി തർക്കം നിലനിൽക്കുന്നത്. ലാൻഡ് ഫോണുകൾ കേടുവന്നാൽ ഇനി BSNL ഓഫീസിൽ നിന്നും നന്നാക്കി തരില്ല. ഉപഭോക്താക്കൾക്ക് നൽകിയിരുന്ന ഈ സേവനം കമ്പനി നിർത്തലാക്കി എന്നാണ് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്നും കിട്ടുന്ന വിവരം. ഇതുകാരണം കയ്യിൽ നിന്നും കാശെടുത്ത് ഫോൺ നന്നാക്കേണ്ട അവസ്ഥയിലാണ് BSNL ലാൻഡ് ഫോൺ ഉപഭോക്താക്കൾ. ലാൻഡ് ഫോണുകൾ കേടുവന്നാൽ ഉപഭോക്താക്കൾ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ചെന്ന് ഇത് നന്നാക്കുകയോ ഫോൺ മാറ്റിവാങ്ങുകയോ ആണ് ഇതുവരെ ചെയ്തു വന്നിരുന്നത്. ഇതിന് സർവീസ് ചാർജൊന്നും വാങ്ങാറുമില്ല. എന്നാൽ കഴിഞ്ഞ 3 മാസമായി ഈ സേവനം ഉപഭോക്താക്കൾക്ക് കിട്ടുന്നില്ലെന്നാണ് പരാതി. കാര്യമന്വേഷിച്ച് ടെലിഫോൺ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ ഈ സേവനം നിർത്തിവച്ചതായി അറിയാൻ കഴിഞ്ഞത്. ഫോൺ നന്നാക്കുന്നതിന് BSNL പുറമേക്ക് ടെൻഡർ നൽകുകയാണ് ചെയ്തു വന്നിരുന്നത്. ഇതിന്റെ കാലാവധി കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസമായി. പുതിയ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ആരും ഏറ്റെടുത്തിട്ടില്ല. കേടുവന്ന ഫോണുകൾ ഇനി വാങ്ങിവെക്കേണ്ട എന്ന നിർദ്ദേശവും മുകളിൽ നിന്നും ടെലിഫോൺ എക്സ്ചേഞ്ച് അധികൃതർക്ക് ലഭിച്ചതായും അറിയുന്നു. ഫണ്ടിന്റെ അപര്യാപ്തതയും ഈ സേവനം നിർത്തിവെക്കാനുള്ള കാരണമായി പറയപ്പെടുന്നുണ്ട്. നിലവിൽ കേടുവന്ന ഫോണുമായി എത്തുന്നവരെ തിരിച്ചയക്കുകയാണ് ജീവനക്കാർ ചെയ്യുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച അറിയിപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഔദ്യോഗികമായി നൽകിയിട്ടുമില്ല. ഫോണ് കംപ്ലൈന്റ് ആയി. അപ്പൊ അത് സാധാരണ BSNL ഓഫീസിൽ വന്നാൽ അവര് പുതിയത് മറ്റേ റിപ്പയർ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ അവർ പറഞ്ഞു ഈ റിപ്പയറിങ്ങും ഫോണ് മാറ്റി കൊടുക്കൽ ഇപ്പം നിർത്തിയിരിക്കുന്നു, ഒരറിയിപ്പുണ്ടാകുന്നവരെ. പിന്നീട് ഒരു നമ്പർ തന്നിട്ട് പറഞ്ഞ് ഇതിൽ വിളിക്കുക എന്ന് പറഞ്ഞ് തിരിച്ചയക്കാനുണ്ടായത്. അപ്പോൾ ഇനിയിപ്പോൾ ഉപഭോക്താക്കൾ ടെലിഫോൺ കംപ്ലൈൻറ്റ് വന്നാൽ സ്വന്തം ചെലവിൽ റിപ്പയർ ചെയ്യുക, പുതിയത് വാങ്ങുക ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഞാനിത് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു 10-16 വർഷം ഒക്കെ ആയിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കംപ്ലൈൻറ്റ് വന്ന് അപ്പോഴാണ് ഇപ്പോൾ ഇവരെ സമീപിച്ചത്. അപ്പോൾ അവർ പറയണത് ഇപ്പോൾ ഇങ്ങനെയാണ്. വർഷങ്ങളായി കിട്ടിയിരുന്ന സേവനം നിർത്തിയതിൽ ഉപഭോക്താക്കളിൽ പ്രതിഷേധമുണ്ട്. പലപ്പോഴും ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ഉപഭോക്താക്കളും ജീവനക്കാരും തമ്മിൽ ഇതേച്ചൊല്ലി വാക്കുതർക്കവും ഉണ്ടാകുന്നു. കേടുവന്ന ഫോണുകൾ ഇപ്പോൾ പുറമെ കടകളിൽ കൊണ്ടുപോയാണ് ഉപഭോക്താക്കൾ നന്നാക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാത്തതുകൊണ്ടാണ് 2ാം UPA സർക്കാർ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതെന്ന് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ഗിരിജ സുരേന്ദ്രൻ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കടമ്പഴിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗിരിജ സുരേന്ദ്രൻ. ഈ പദ്ധതി ഗ്രാമപ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, പട്ടണ പ്രദേശങ്ങളിലേക്കും നഗരപ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കണം. അതിനുവേണ്ടി ഗവൺമെന്റ് തയ്യാറാകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അതിന് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഗ്രാമപ്രദേശത്തിലെ ഈ പദ്ധതി തന്നെ അട്ടിമറിക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. അതിന് കാരണം നമുക്കറിയാം. 2ാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഈ പദ്ധതിയെക്കുറിച്ച് തങ്ങളുടെ ഉൽപ്പന്നമാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചരണം നടത്തി വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നതിന് ശേഷം ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത ഭരണമാണ് എന്ന് വന്നപ്പോൾ തന്നെ ഈ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിരിക്കുന്നത്. തൊഴിൽ ദിനം 200 ദിവസമാക്കുക, വേതനം 320 രൂപയാക്കി വർദ്ധിപ്പിക്കുക, വേതന വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, ജോലി സമയം 9 മണി മുതൽ 4 മണി വരെയാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കടമ്പഴിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ കടമ്പഴിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് M ശോഭന അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി P സുബ്രഹ്മണ്യൻ, N രവീന്ദ്രൻ,
സി കൃഷ്ണൻകുട്ടി, പി ബാലകൃഷ്ണൻ, രജനി തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിന് മുന്നോടിയായി കടമ്പഴിപ്പുറം രജിസ്റ്റർ ഓഫീസ് പരിസരത്ത് നിന്നും പ്രകടനവുമുണ്ടായി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം 2013 ജനുവരി 1 മുതൽ 5 വരെ മണ്ണാർക്കാട് നടക്കും. കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിന്റെ ലോഗോ എൻ ശംസുദ്ദീൻ MLA പ്രകാശനം ചെയ്തു. കലോത്സവ നടത്തിപ്പിനായി 501 അംഗ സംഘാടക സമിതിയെയും രൂപീകരിച്ചിട്ടുണ്ട്. സംഘാടക സമിതി രൂപീകരണ യോഗം എൻ ശംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷാഹിന അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും അധ്യാപക സംഘടനാ പ്രതിനിധികളുടെയും വ്യാപാരികളുടെയും വിദ്യാർത്ഥികളുടെയും മാധ്യമപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ സ്കൂൾ കലോത്സവത്തിന്റെ നടത്തിപ്പിനായി 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ഇതിൽ നിന്നും വ്യത്യസ്ത മേഖലകൾ മേൽനോട്ടം വഹിക്കുന്നതിനായി 15 അംഗ സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മത്സര ഇനങ്ങൾ വർദ്ധിച്ചതിനാൽ സ്റ്റേജുകൾ മുൻപ് നിശ്ചയിച്ചതിൽ നിന്നും വർദ്ധിപ്പിക്കാൻ സംഘാടക സമിതി ആലോചിക്കുന്നുണ്ട്. എൻ ശംസുദ്ദീൻ MLA ചെയർമാനും പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എ ഗീത കൺവീനറും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബൂബക്കർ ട്രഷററുമായ 501 അംഗ സംഘാടക സമിതിക്ക് യോഗം അംഗീകാരം നൽകി. തുടർന്ന് സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ എൻ ശംസുദ്ദീൻ MLA പ്രകാശനം ചെയ്തു. നിയമം അനുവദിക്കുമെങ്കിൽ പാലക്കാട് ജില്ലാ കലോത്സവത്തിന് 500,000 രൂപ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്ന് എൻ ശംസുദ്ദീൻ MLA പറഞ്ഞു. പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇനി അങ്ങനെ അനുവദിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കളക്ടറും മറ്റും ആളുകൾക്ക് എന്തെങ്കിലും ഒരു വ്യാഖ്യാനത്തിൽ അങ്ങനെ അത് MLA ഫണ്ട് ഉപയോഗിക്കാം എന്ന് വന്നാൽ MLA ഫണ്ടിന്റെ കസ്റ്റോഡിയൻ കളക്ടർ ഞങ്ങൾ എടുത്തു കൊടുക്കുന്ന പണി മാത്രമേ ഈ പണം ഇതിനു വേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് വിനിയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ റിലീസ് ചെയ്യുന്ന ചുമതല കളക്ടർ. അങ്ങനെ നോക്ക് അനുവദിക്കുമെങ്കിൽ മണ്ണാർക്കാട് മഹോത്സവന് 50,000 രൂപ 500,000 രൂപ അത് ഞാൻ വീണ്ടും പറഞ്ഞത് എന്റെ കണ്ടീഷൻ ഇത് നിയമം അനുവദിക്കുമെങ്കിൽ നോക്ക് അനുവദിക്കുമെങ്കിൽ ഇതിനു മുമ്പ് എവിടെയും അങ്ങനെ MLA ഫണ്ടുകൾ കണ്ടിട്ടില്ല. അത് അനുവദനീയമാണെങ്കിൽ മണ്ണാർക്കാട് MLA പ്രാദേശിക ഇവിടെ നടത്തുന്ന ഈ വലിയ മഹാമേളത്തിന് 50,000 രൂപ. ജില്ലാ സ്കൂൾ കലോത്സവം നടത്താൻ ഭാരിച്ച ചിലവാണ് വരുന്നത്. നല്ല രീതിയിൽ നടത്താൻ ഏകദേശം 10 ലക്ഷത്തോളം രൂപ വരുമെന്നാണ് സംഘാടക സമിതി പറയുന്നത്. ഇതിനായി സർക്കാർ നൽകുന്ന 1.5 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി വരുന്ന തുക അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് സ്പോൺസർ ചെയ്യിപ്പിച്ചും വിദ്യാർത്ഥികളിൽ നിന്നും മറ്റും തിരിച്ചുമാണ് കണ്ടെത്തുന്നത്. അതിനാൽ MLA ഫണ്ടിൽ നിന്നും സ്കൂൾ കലോത്സവ നടത്തിപ്പിനായി തുക അനുവദിക്കണമെന്ന് DO അബൂബക്കർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇതിന് മറുപടിയായാണ് നിയമം അനുവദിക്കുമെങ്കിൽ 1.5 ലക്ഷം രൂപ തന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിക്കാമെന്ന് MLA അറിയിച്ചത്. സംസ്ഥാന പാരലൽ കോളേജ് കലോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ പെരിന്തൽമണ്ണയിൽ നടക്കും. 14 ജില്ലകളിൽ നിന്നായി 2000-ത്തിലധികം കലാപ്രതിഭകൾ കലോത്സവത്തിൽ പങ്കെടുക്കും. 7ാമത് സംസ്ഥാന പാരലൽ കോളേജ് കലോത്സവത്തിന് ശനിയാഴ്ച പെരിന്തൽമണ്ണയിൽ തിരിതെളിയും. 2 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 14 ജില്ലകളിൽ നിന്നുള്ള 2000-ത്തിലേറെ പ്രതിഭകൾ പങ്കെടുക്കും. 42 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാൾ, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയം, CT പ്ലാസ, TT പ്ലാസ, കോൺഫറൻസ് ഹാളുകൾ, വിക്ടറി കോളേജ് എന്നീ 5 വേദികളിലാണ് കലോത്സവം നടക്കുക. ശനിയാഴ്ച രാവിലെ പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മഞ്ഞളാംകുഴി അലി കലോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 14 ജില്ലകളിൽ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ നേടിയിട്ടുണ്ടായിരിക്കും. ഇത് 42 ഇനങ്ങളിലായി 2000-ഓളം പേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാളെ വൈകുന്നേരത്തോടെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും അധ്യാപകരും ഒക്കെ എത്തി തുടങ്ങും. ശനിയാഴ്ച 10 മണിയോടെ മത്സരങ്ങൾ ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മന്ത്രി വരുമ്പോൾ ഉദ്ഘാടന സമയത്ത് നേരത്തെ. ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം മുൻ MLA V ശശികുമാർ ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച പെരിന്തൽമണ്ണയിൽ കലോത്സവത്തിന്റെ വരവറിയിച്ച് വിളംബര ജാഥയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പാരലൽ കോളേജ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി A പ്രഭാകരൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ PP അലി, ജോയിന്റ് കൺവീനർമാരായ MK ഷറഫുദ്ദീൻ, K അനിൽകുമാർ, T വേലു എന്നിവർ പങ്കെടുത്തു. പട്ടാമ്പി ഉപജില്ലാ കലോത്സവം ഡിസംബർ 1 കൊപ്പത്ത് നടക്കും. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇത്തവണ മേളയ്ക്ക് ആതിഥ്യമരുളുന്നത്. ഡിസംബർ 3, 4, 5, 6 തീയതികളിലായാണ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവം നടക്കുന്നത്. കലോത്സവ നടത്തിപ്പിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ അറിയിച്ചു.
3-ന് സ്റ്റേജിതര മത്സരങ്ങളാണ് നടക്കുക. 4-ാം തീയതി രാവിലെ CP മുഹമ്മദ് MLA കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഉപജില്ലയിലെ 79 സ്കൂളുകളിൽ നിന്നായി 6000-ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കും. 10 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക എന്ന് PTA പ്രസിഡന്റ് T. അബ്ദുസമദ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ C. വിലാസിനി, MV രാജൻ എന്നിവർ അറിയിച്ചു. പട്ടാമ്പി ഉപജില്ല സ്കൂൾ കലോത്സവം ഈ 3-ാം തീയതി രാവിലെ 9 മണിക്ക് നമ്മുടെ സ്ഥലം MLA CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യുക. 3, 4, 5, 6 തീയതിയിൽ നടക്കുന്ന ഈ പരിപാടി നമ്മുടെ ഈ പ്രദേശത്തിന്റെ തന്നെ ഒരു ഉത്സവമായി കൊണ്ടാടാനാണ് നമ്മുടെ അധ്യാപകരും നമ്മുടെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ രക്ഷിതാക്കൾക്ക് അവരുടെ കൂടെ വരുന്ന അധ്യാപകർക്ക് എല്ലാം വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കി കഴിഞ്ഞു. നാട്ടുകാരുടെയും നമ്മുടെ PTA-യുടെയും മറ്റെല്ലാവിധ ക്ലബ്ബുകളുടെയും എല്ലാവരുടെയും സഹകരണം നമുക്കിതിൽ ലഭിച്ചിട്ടുണ്ട്. പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായൊരു കലോത്സവമാണ്. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ചെർപ്പളശ്ശേരി ഉൾപ്പെടെ പാലക്കാട് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ കൃഷി ഓഫീസറായി സേവനമനുഷ്ഠിച്ച ശുഗപുരം രാധാകൃഷ്ണൻ സേവനത്തിൽ നിന്നും വിരമിച്ചു. വാദ്യ കലാകാരൻ കൂടിയായ ശുഗപുരം രാധാകൃഷ്ണന് ചെർപ്പളശ്ശേരിയിലെ പാടശേഖര സമിതികൾ നൽകിയ യാത്രയപ്പ് സമ്മേളനം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. ഒരു സർക്കാർ ജീവനക്കാരൻ മാത്രമല്ല, മികച്ച ഒരു വാദ്യ കലാകാരൻ കൂടിയായ ശുഗപുരം രാധാകൃഷ്ണന് ചെർപ്പളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പാടശേഖര സമിതികളുടെ നേതൃത്വത്തിലാണ് യാത്രയപ്പ് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം PP വിനോദ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മദ്ദള ചക്രവർത്തി, ചെർപ്പശ്ശേരി ശിവൻ മുഖ്യാതിഥിയായിരുന്നു. മുഹമ്മദ്, രാമോഹൻ എന്നിവർ ഉപഹാരം നൽകി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കൃഷ്ണദാസ്, രാംകുമാർ, OK ചന്ദ്രൻ എന്നിവർക്കു പുറമെ KM ഇസാഖ്, മാനുട്ടി മാട്ര, ഉദയഭാസ്കർ, അബ്ബാസ് കരിങ്കര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിരമിക്കുന്ന കൃഷി ഓഫീസർ ശുഗപുരം രാധാകൃഷ്ണൻ മറുപടി പ്രസംഗവും നടത്തി. ചെർപ്പളശ്ശേരി കച്ചേരിക്കുന്ന് AM LP സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വ്യാഴാഴ്ചയാണ് അനുമോദന സദസ്സ് നടന്നത്. ജില്ലാ പ്രവൃത്തി പരിചയമേള, സബ് ജില്ലാ സ്കൂൾ കലോത്സവം, സബ് ജില്ലാ അറബിക് കലോത്സവം, വിദ്യാരംഗം സാഹിത്യോത്സവം, ആലിഫ്, അറബിക് ക്വിസ് തുടങ്ങിയ മേളകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത്. അനുമോദന സദസ്സ് ജില്ലാ പഞ്ചായത്ത് അംഗം K. ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. AO M. ജയരാജൻ മുഖ്യാതിഥിയായിരുന്നു. PTA പ്രസിഡന്റ് സിദ്ദീഖ് പറക്കാടൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ K. ശ്രീധരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P. രാംകുമാർ, OK ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഐശ്വര്യത്തിന്റെ പ്രഭ ചുരിഞ്ഞ് ബുധനാഴ്ച നാടെങ്ങും കാർത്തിക ദീപം തെളിഞ്ഞു. കാർത്തിക വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി വള്ളുവനാട്ടിലെ പ്രസിദ്ധ ഭദ്രകാളി ക്ഷേത്രമായ മംഗലാംകുന്ന് കാട്ടുകുളം പര്യാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിലും 10,000-കണക്കിന് കാർത്തിക നെയ്ദീപങ്ങൾ തെളിഞ്ഞു. ബുധനാഴ്ച രാവിലെ 3 ഗജവീരന്മാരുടെയും മേളത്തിന്റെയും അകമ്പടിയോടെ നടന്ന കാഴ്ചശീവേലിയോടെയാണ് കാർത്തിക വിളക്ക് മഹോത്സവ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് പ്രസാദൂട്ട്, ഓട്ടംതുള്ളൽ, വൈകിട്ട് പഞ്ചവാദ്യം, മൂന്നാന മേളം എന്നിവയും ഉണ്ടായി. അതിനുശേഷം ക്ഷേത്ര മേൽശാന്തി ശ്രീകോവിൽ നിന്നും ഭദ്രദീപം കൊളുത്തിയതോടെയാണ് 10,000-കണക്കിന് വരുന്ന ചിരാതുകളിൽ നെയ്ദീപങ്ങൾ തെളിഞ്ഞത്. തുടർന്ന് നാദസ്വരം, തായമ്പക എന്നിവയുണ്ടായി. അതിനുശേഷം പുതുശ്ശേരി ജനാർദ്ദനും സംഘവും അവതരിപ്പിച്ച നാട്ടുമലയാളം പരിപാടിയും പൊലിക, നാട്ടറിവ്, നാടൻ പാട്ടുകളും അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാമൂഹ്യക്ഷേമ പദ്ധതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറ മമ്പാട്. പദ്ധതി ഉപയോഗപ്പെടുത്തുക, വിദ്യാർത്ഥികളിലെ ലഹരി ഉപഭോഗം തടയാൻ. ഒറ്റപ്പാലം നഗരസഭ പുതുതായി നിർമ്മിക്കുന്ന ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവൃത്തികൾ വീണ്ടും മുടങ്ങി. ലഭിക്കേണ്ട വായ്പ ഇനിയും ലഭിച്ചില്ല. വികസന പദ്ധതികളിൽ രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുകയും ചെയ്യുന്നു. കരിമ്പുഴ കോട്ടപ്പുറത്ത് കൈത്തിറക്ക് അതിർത്തിയെ ചൊല്ലി വീണ്ടും തർക്കവും സംഘർഷവും. പോലീസ് ലാത്തിവീശി. 8 തൊഴിലാളികൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കേടുവന്ന ലാൻഡ് ഫോണുകൾ റിപ്പയർ ചെയ്ത് നൽകുന്നത് BSNL നിർത്തി. പട്ടാമ്പിയിൽ ഫോൺ ഉപഭോക്താവ് നേരിട്ട് റിപ്പയർ ചെയ്യേണ്ട അവസ്ഥ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ജനുവരി 1 മുതൽ 5 വരെ മണ്ണാർക്കാട് കുമരമുത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിൽ. ലോഗോ പ്രകാശനം ചെയ്തു. പാരലൽ കോളേജ് സംസ്ഥാന കലോത്സവം ശനി, ഞായർ ദിവസങ്ങളിൽ പെരിന്തൽമണ്ണയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.